ദൈവൻ്റെ അപ്പനാണ്. ഈ പക്വതയിലേക്ക് മനുഷ്യകുലത്തെ ഉയർത്താൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? ഉടനെ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തെ നിങ്ങൾ എന്ത് വിളിക്കണം? അപ്പാ എന്ന് വിളിക്കണം. ദൈവം നിങ്ങളുടെ അപ്പനാണെന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അതാണ് പക്വത, അതാണ് പ്രാർത്ഥന. അങ്ങനെ ദൈവം അപ്പനാണെന്ന ബോധ്യമുണ്ടെങ്കിൽ, ആ തിരിച്ചറിവുണ്ടാകുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പന്നിക്കൂട്ടിൽ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഒരു വ്യക്തി സുബോധം പ്രാപിച്ചാൽ അയാൾക്ക് ഒറ്റ ചിന്തയെ കാണത്തുള്ളൂ, എൻ്റെ കടം, എൻ്റെ ബാധ്യത, എൻ്റെ ക്യാൻസർ, എൻ്റെ രോഗം, ഇതൊന്നുമല്ല, എൻ്റെ ദൈവം. ഇതാണ് പക്വത, ഇതാണ് ആത്മീയത. ഇതങ്ങോട്ട് വരണം, എൻ്റെ അപ്പ. ആ ഓർമ്മ അവൻ്റെ മനസ്സിലിങ്ങനെ അങ്ങോട്ട് വന്ന്, ആ ഓർമ്മ വന്നപ്പോഴാണ് അവൻ ഓർത്തത്, ഇതാ ദാസന്മാർ പോലും എന്ത് സന്തോഷമായിട്ട് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ജീവിക്കുന്നു. മുകളിലേക്ക് നോക്കി, ഇങ്ങനെ മുകളിലേക്ക് നോക്കിയ ആളുകൾ ബൈബിളിൽ വേറെയുണ്ട് പലരും, അല്ലേ? നമുക്കറിയാം, സ്തേഫാനോസ് ഇങ്ങനെ നോക്കിയ ഒരാൾ. പ്രിയമുള്ളവരെ, സ്തേഫാനോസ് സുവിശേഷ പ്രസംഗമായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അന്നും ഇന്നും സുവിശേഷ പ്രസംഗം യേശുവിനെ പറയാൻ പോയാൽ ഏറ് കിട്ടാതെ ഇന്നേ വരെ ആരും തിരിച്ചു പോന്നിട്ടില്ല. അത് എവിടുന്നെങ്കിലും കിട്ടും. സ്തേഫാനോസ് ഓർത്തു, ഒരു ഷമ്മാശനായിരുന്നു, എന്നാൽ പിന്നെ രണ്ട് പ്രസംഗിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് നേരെ നാട്ടിലോട്ടിറങ്ങി. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്തേഫാനോസിനെ ജനം കല്ലെറിഞ്ഞു. ക്രോധത്തോടെ ഓടിയെടുത്ത് അവൻ്റെ അടുക്കിലേക്ക്. നമ്മുടെ നേരെ ഒരുത്തൻ ക്രോധത്തോടെ ഓടിയെടുത്താലോ, ഒന്നുകിൽ നമ്മൾ പറയും മേടിക്കും എൻ്റെ കയ്യിൽ നിന്ന്, അല്ല എൻ്റെ കയ്യിലുണ്ട് കല്ല് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടും. സ്തേഫാനോസ് മുഴുവൻ ഏറും കൊണ്ട്, കാരണം എന്നാണെന്നറിയോ, അവൻ മുകളിലേക്ക് നോക്കി. അവൻ മേളിലോട്ട് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട്. എന്താണ്? പ്രിയമുള്ളവരെ, യേശു എഴുന്നേറ്റ് നിൽക്കുക, ഓർറാ ഇങ്ങോട്ട്, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, സഹിക്കുന്നവനെ, ക്രിസ്തുവിന് വേണ്ടി സഹനമേറ്റെടുക്കുന്നവനെ നോക്കി ആദരവോട് എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ട സ്തേഫാനോസ്, അതാണ് പക്വത, അപ്പനെ കണ്ട പക്വത. അതുകൊണ്ട് സ്തേഫാനോസ് ആരായി തീർന്നു? വിശുദ്ധനായി തീർന്നു. കണ്ട, അപ്പോൾ ദൈവപിതാവിനെ തിരിച്ചറിയുന്നവൻ ഒരു വിശുദ്ധനായി മാറും. ആ തിരിച്ചറിവാണ് ഈ ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നത്. അപ്പനെ തിരിച്ചറിയണം, പിന്നെ എല്ലാം ഓക്കെ ആയി, പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഇനി വേറൊന്നും ചോദിക്കാനില്ല. അപ്പാ എന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ എല്ലാം ഓക്കെ ആയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തായാലും ആ ധൂർത്തനായ മകൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് നോക്കി. അപ്പോഴാണ് അവനൊരു കാഴ്ച കണ്ടത്. എന്താ കണ്ടത്? അവൻ കണ്ട കാഴ്ച ഇതാണ്. സ്തേഫാനോസ് കണ്ട പോലെ തന്നെ മട്ടുപ്പാവിൽ ഇറങ്ങിപ്പോന്ന അന്നു മുതൽ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, അവനെ മാത്രം കണ്ണു നട്ടിരിക്കുന്ന ഒരാൾ. ഈ സമയത്തെല്ലാം പ്രിയമുള്ളവരെ, എങ്ങൊന്നും കണ്ണ് പറിക്കാതെ ഒരു കണ്ണ് നമ്മുടെ നേരെ. ഇപ്പം നമ്മുടെ ചലനങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ദൈവകൃപ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചലനങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്തായാലും പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, അപ്പനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് കിട്ടിയാൽ അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. യേശു ഇത്ര ആഗ്രഹിച്ചുള്ളൂ. നമുക്കറിയാം, ഈ ഭൂമി വന്നിട്ട് ഒരു മനുഷ്യൻ പോലും യേശുവിനെ സ്വീകരിച്ചില്ല. അപ്പോസ്തലന്മാർ പോലും പ്രിയമുള്ളവർ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു കുരിഞ്ഞ്, നമ്മളാണെ ഓർക്കും, ആർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആർക്കും വേണ്ട, പിന്നെ എനിക്കാണോ വേണ്ടത്? ഞാനിതൊരു 50 പ്രാവശ്യമെങ്കിലും ഓർത്തിട്ടുണ്ട്. പക്ഷെ യേശു ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല ഇങ്ങനെ.
യേശു ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? അപ്പരുമായിട്ടുള്ള ആഴമായ ബന്ധം അവൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചല്യവും ഒരു ചിന്തയിൽ മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ ചിന്താഗതി മാറിപ്പോയതിൻ്റെ കാരണം എന്താ? അപ്പനുമായിട്ടുള്ള ബന്ധം എവിടെയോ തകർന്ന്. അതതിൻ്റെ കാരണം. അപ്പനുമായിട്ടുള്ള ബന്ധം തകർന്ന്. ആ ബന്ധം തകർന്നത് എവിടെയാണ്? തകർന്നവൻ എന്തു പറ്റും? നീ എവിടെ ചെന്ന് അവസാനിക്കും? നിനക്ക് എന്തെല്ലാം ദുരന്തങ്ങളുണ്ടാകും? ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു? ഇതിൻ്റെ കഥ പറയുകയാണ് പ്രിയമുള്ളവർ ഈ ദൈവവചനം. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു വ്യക്തി ക്യാൻസർ രോഗം വന്ന് മരിക്കുമെന്ന് ഉറപ്പായി. നമ്മുടെ കുമരകത്തുള്ള ഒരാളാണ്. ആൻറ്റിക്ക് ക്യാൻസർ രോഗം വന്ന് പ്രിയമുള്ള നല്ല സാമ്പത്തികമായിട്ടൊക്കെ എസ്റ്റേറ്റൊക്കെ ഉള്ള ഒരാളാണ്. പെട്ടെന്നാണ് ഈ ക്യാൻസർ അങ്ങോട്ട് വന്ന് മരിക്കുമെന്ന് അങ്ങനെ ഏകദേശം ഉറപ്പായി. അങ്ങനെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിലൊക്കെ പോയി മറ്റ് ഡോക്ടർമാരും എല്ലാം കണ്ട് പല ഹോസ്പിറ്റലെല്ലാം പോയി അവസാനം മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 4th സ്റ്റേജാണ്, ഇനി ഒന്നുമില്ല. ശ്രീചിത്ര ഡോക്ടർ പറഞ്ഞു 3 മാസം, 90 ദിവസത്തിൽ കൂടുതൽ ഈ ആൻറ്റി ജീവിക്കത്തില്ല. പുള്ളിക്ക് ഭയങ്കര വിഷമായി. ഈ 90 ദിവസം എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് കഴിയണം. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് അവൾക്ക് ഇനി വലിയ വേദനയും പ്രയാസമൊന്നും ഇല്ലാതെ 90 ദിവസം ഒരു സമാധാനം ആശ്വാസമായിട്ട് ജീവിക്കാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, പൈസയൊക്കെ ഉണ്ടല്ലോ, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷനുണ്ട്, ആ ഇഞ്ചക്ഷൻ ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഉടനെ ആ ഡോക്ടറോട് ആ അങ്കിൾ ചോദിച്ചു, 10 ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എൻ്റെ ഭാര്യ 90-ന് 92 ദിവസം ജീവിക്കുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും മരിച്ചു പോകും, അത്രേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിളായിട്ട് വേദനയൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. പുള്ളി നേരെ നാട്ടിൽ വന്ന് പുള്ളി ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ ഒരു മോശക്കാരനൊന്നുമല്ല, മദ്യപാനിയല്ല, പുക വലിച്ചിട്ടില്ല, അതിക്രമങ്ങളും ചെയ്തിട്ടില്ല, പള്ളിയിലും ചെന്ന പ്രാർത്ഥിക്കും, ഞാൻ പോരും, അതിനപ്പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ ഇടപെട്ടിട്ടില്ല, ഞാനെല്ലാം നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തു, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. സത്യത്തിൽ ആ വ്യക്തിയുടെ ചിന്തകളെല്ലാം തന്നെ നല്ലതായിരുന്നു കേട്ടോ പ്രിയമുള്ളവരെ, അതിലൊരു മിസ്റ്റേക്കും ഇല്ല. അപ്പോഴാണ് ആരോ പറഞ്ഞു ഇവിടെ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഉടനെ പുള്ളി ഇങ്ങനെ റീതിങ്ക് ചെയ്തു. ഒരുപക്ഷെ ഞാനിങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, പക്ഷേ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാനും മാത്രം പവർഫുള്ളാണോ എന്ന് എങ്ങനെ അറിയുന്നേ? അതുകൊണ്ട് എന്നായാലും പിന്നെ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്, പിന്നെ എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം. അതുവരെ അദ്ദേഹത്തിൻ്റെ പള്ളി വിട്ടു പോകുന്നൊരു പരിപാടിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ. പുള്ളിക്ക് നടുവിന് പ്രയാസമാണ്, എഴുന്നേറ്റാൽ ഇങ്ങനെ നിൽക്കണം. പുള്ളി പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഭാര്യയെ 3 മാസം നോക്കാനുള്ളൊരാരോഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ആ ഭാര്യ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളി പുറകിൽ പോയി നിന്നു. ഭാര്യ ഇവിടെ നിന്ന് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിച്ച് അതിനുശേഷം പ്രിയമുള്ളവരെ ഭാര്യയെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഭാര്യയുടെ നെറ്റിയിൽ നിന്ന് അറിയാതെ ഇച്ചിരി എണ്ണ തോണ്ടിയെടുത്തിട്ട് പുള്ളി ആ പുറകിലോട്ട് മാറി നിന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നും പുള്ളിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആരോടും മിണ്ടിയില്ല. പുള്ളി എന്ത് ചെയ്തു, ആ പാൻറ്റിൻ്റെ പുറകിൽ ആ നടുവിൻ്റെ വേദനയുള്ള സ്ഥലങ്ങളിലെല്ലാം പുള്ളി തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് പ്രാർത്ഥിച്ച്. പ്രിയമുള്ളവരെ ആ നിമിഷം തന്നെ പുള്ളിയുടെ നട്ടലിൻ്റെ അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറി. പുള്ളിക്ക് ഭാര്യയെ നോക്കാനായിട്ടുള്ള നല്ല ആരോഗ്യം അങ്ങോട്ട് കിട്ടി. പിന്നെ അവരിവിടുത്തെ ഒരു സ്ഥിരം പരിപാടിക്കാരായിരുന്നു. എല്ലാ ഞായറാഴ്ചയും വന്നിങ്ങനെ ഇരിക്കുകയാണ്, ഒന്നിവിടെ വന്നിരിക്കുക. അന്നേരമൊന്നും എനിക്കിവരെ പരിചയമില്ല. അതിനുശേഷം ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഇവരെന്നെ പരിചയപ്പെടുന്നത്. 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, പൂർണ്ണ ആരോഗ്യത്തോടെ 5 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ്, 1.5 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, ഒരു 2 വർഷമൊക്കെ ആയപ്പോഴാണ് പ്രിയമുള്ളവർ ഇവരെ എന്നെ പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്ന പോലെ ഇതുപോലെ ദൈവം ഞങ്ങളെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുമേനി എപ്പം വേണമെങ്കിൽ എൻ്റെ കാര്യം എല്ലാ ധ്യാനത്തിനും പറഞ്ഞോണം. അതുകൊണ്ട് ഞാൻ അറിയാതെ ഈ മനുഷ്യനെ ഓർത്തു പോകും. കണ്ടോ, എല്ലാ ധ്യാനത്തിനും എൻ്റെ കാര്യം പറയണമെന്ന് പറഞ്ഞു.
പ്രിയമുള്ളവരെ, ആ വ്യക്തി എന്താ തിരിച്ചറിഞ്ഞത്? പ്രിയമുള്ളവരെ, കൂദാശയെ അനുഭവിച്ച് ഉണ്ടോ? പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഒക്കെ. പക്ഷേ കൂദാശയിലൂടെയുള്ള ഒരു സ്നേഹമുണ്ട് ദൈവത്തിൻ്റെ. ആ സ്നേഹം നമ്മളിലേക്ക് വരണം. നമ്മൾ സുവിശേഷം കേട്ടതുകൊണ്ടായില്ല. സുവിശേഷം കേട്ടപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? അന്നേരം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ പഠിപ്പിക്കാം. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് പാത്രത്തിലൊക്കെ കാണിച്ച്, ഇത് കണ്ടോ? കണ്ടു. എല്ലാവരും ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് കിടക്കുന്ന മുന്തിരിങ്ങ കിടപ്പുണ്ട്, നട്ട്സ് കിടപ്പുണ്ട്, പിന്നെ അങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ തീക്കകത്തിട്ട് വേവിക്കും. അങ്ങനെ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല മണമൊക്കെ വരുന്നില്ലേ? ചെറിയ മണം വരുന്നുണ്ട്. ഇതാണ് ചിക്കൻ ബിരിയാണി. അപ്പം ഞാൻ പതുക്കെ ഇതെടുത്തുകൊണ്ട് അങ്ങ് പോയി. നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടായോ? നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടായോ? ഇല്ല. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ഇതാ ചിക്കൻ ബിരിയാണി എന്ന് മനസ്സിലായി. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, ചുമ്മാ കുറച്ച് സുവിശേഷ പ്രസംഗം കേട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ സുവിശേഷ പ്രഘോഷണം കൂദാശയിലേക്ക് വളരുമ്പോഴാണ് ദൈവകൃപ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഇവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ ഈ 5 ദിവസത്തെ ധ്യാനം വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവവചനം കൂദാശയിലേക്ക് അങ്ങ് വളർന്നു കഴിയുമ്പോൾ കുമ്പസാരം, വിശുദ്ധ കുർബാന, തൈലാഭിഷേകം, അങ്ങനെ കൂദാശയിലേക്ക്, പിന്നെ കൂദാശകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, എല്ലാ കൂദാശയെക്കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ ഇങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മളിലേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് രോഗശാന്തി നടക്കുന്നത്. ഇത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് സുവിശേഷത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തിയ സ്നേഹമാണ്, പിതാവിൻ്റെ സ്നേഹം. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ തിരിച്ചറിവ് ഈ ധൂർത്തമകനുണ്ടായി. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ആ അപ്പൻ്റെ സ്നേഹം ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രിയമുള്ളവർ, പുത്രൻ ഈ ഭൂമിയിൽ ചങ്ക് തകർന്ന് നെഞ്ചത്ത് കുത്തിയപ്പോഴും, മുഖത്തടിച്ചപ്പോഴും, മുൾക്കിരീടത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയപ്പോഴും യേശു അതിന് മുമ്പേ എല്ലാവരോടും പറഞ്ഞു, പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തമായിട്ട്. അപ്പോൾ ഈ അടി കൊണ്ടതും ഇടി കൊണ്ടതും ഒക്കെ ആരുടെ ഇഷ്ടമാണ്? അപ്പൻ്റെ പ്രവൃത്തിയാണ്. ഇതാണ് അപ്പൻ്റെ സ്നേഹം. നിന്നെ ഒരിക്കലും കൈവിടാതെ, നീ എന്നെ ഉപദ്രവിച്ചാലും, നീ എന്നെ അടിച്ചാലും, നീ എന്നെ പീഡിപ്പിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല. ഇതാ സ്നേഹം. പ്രിയമുള്ളവരെ, പാപം ഒരു മനുഷ്യനെ ഏൽപ്പിക്കുന്ന ദുരന്തം എന്നാണെന്നറിയോ? ഒരു പാപം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം അവന് തോന്നാൻ തുടങ്ങുന്നത്, ദൈവം എന്നെ ഉപേക്ഷിച്ച്, ദൈവം എന്നെ പരിഗണിക്കുകയില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഒരിക്കലും എനിക്കിന് സമാധാനം കിട്ടുകയില്ല, ഒരിക്കലും എനിക്കിന് സന്തോഷം കിട്ടുകയില്ല. നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കുറേ നാളുകൾക്ക് മുമ്പ് ബന്ധുക്കോസിൽ പോയി. പെട്ടെന്ന് ആവേശത്തിന് പോയതാണ്. ഇപ്പോൾ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും. അത് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. കേട്ടുകൊണ്ടിരുന്നാൽ യേശുവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നല്ല സമാധാനം സന്തോഷവും കിട്ടും. അങ്ങനെ സന്തോഷവും സമാധാനം കിട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പ്രസംഗം ഇതാണല്ലോ, സ്നാനം മുങ്ങണമെന്ന്. അതൊരു കുടുക്കി കഴിഞ്ഞാൽ പിന്നെ ഊരിപ്പോരാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിയമുള്ളവർ, പുള്ളി അങ്ങനെ പിടിച്ചിരുന്ന ഞാൻ മുങ്ങുകയില്ല, ഒരച്ഛൻ്റെ കൊച്ചുമോനും കൂടി, അതുകൊണ്ട് ഒരിക്കലും മുങ്ങാൻ സാധ്യതയില്ല. പുള്ളി പറഞ്ഞു, എന്നെ കിട്ടത്തില്ല. ഒന്നാമത് എൻ്റെ കുടുംബം, രണ്ടാമത്തേത് പിന്നെ ഞാൻ ഒരു അച്ഛൻ്റെ കൊച്ചുമോൻ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ പാസ്റ്ററുടെ പരിപാടി നടക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രസംഗമൊക്കെ കേട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, വെള്ളത്താൽ മുങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ. അപ്പോഴാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, രാവിലെ ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ ആ ചവിട്ടുന്ന സാധനം നേരെ വന്ന് അടിച്ച് കാലിന് ഏതാണ്ട് പറ്റി. ബുള്ളറ്റോ മറ്റായിരുന്നു. കാലിന് പരിക്കേറ്റതോടുകൂടി പ്രിയമുള്ളവരെ, പുള്ളിക്ക് അന്ന് പ്രാർത്ഥനയ്ക്ക് പുള്ളി ഞണ്ടി അവിടെ അങ്ങോട്ട് പ്രസംഗം കേൾക്കാൻ ചെന്നപ്പോഴത്തേന് പാസ്റ്റർ പറഞ്ഞു, അപ്പോൾ മനസ്സിലായില്ലേ വീണ്ടും ജനിക്കാതിരുന്നാൽ പറ്റാൻ പോകുന്നെന്ന്. അന്ന് പുള്ളി പോയി എന്ത് ചെയ്ത് അബദ്ധത്തിന് മുങ്ങിയതോടുകൂടി വലിയ വിഷയങ്ങളായി, വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. അതോടുകൂടി കൂട്ടുകാരെല്ലാം, നല്ല ആളുകളെല്ലാം കൂടെ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ചെയ്തത് വലിയ അപരാധമായിപ്പോയി, ഇവനും കുറ്റബോധമായി, ഇനി അങ്ങനെ പള്ളിയിൽ കയറുന്നത്. അങ്ങനെ അവൻ വിഷമിച്ച് കഴിയുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ നമ്മുടെ അച്ഛനെ വിളിച്ച് പറയാം, എന്നെ ഞാനന്ന് അച്ഛനായിട്ട് ഇവിടെയുണ്ട്, നീ അച്ഛനെ പോയി കാണ്, ഇതിനെന്നാ ചെയ്യേണ്ടത് നീ അച്ഛൻ പറഞ്ഞു തരും.
അപ്പോൾ അവനും പറഞ്ഞു, അബദ്ധമായി പോയി, വേണ്ടിയിരുന്നില്ല. നീ അച്ഛൻ പറയുന്നത് എന്നെ കേട്ടോണം കേട്ടോ. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ വലിയ കുറ്റബോധമാണ്. 2-3 ദിവസം വരാതിരുന്ന്. ഞാൻ 2-3 ദിവസം പ്രതീക്ഷിച്ചിരുന്നു. ഇവർ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ വരും. അങ്ങനെ അവസാനം പ്രിയമുള്ളവരെ, ഞാൻ നോക്കും, എനിക്ക് വളരെ പരിചയമുള്ള, ഞാൻ ഒരു അച്ഛൻ്റെ കൊച്ചുമോൻ എന്ന നിലയിൽ നല്ലോണം ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ പതുക്കെ തല കുനിച്ച് ഇങ്ങനെ നടന്നു വരുന്നു. അവളിങ്ങനെ പാളി എന്നെ നോക്കി. അപ്പം ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്ക് കെണി പറ്റിയല്ലോ എന്നോർത്ത് എനിക്ക് ആകപ്പാടെ തമാശയായി. ഞാനിങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവസാനം പുള്ളി ഇങ്ങോട്ടെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ലെന്ന്. സാരമില്ലേ? ഞാൻ പറഞ്ഞു, സാരമില്ല, കുമ്പസാരിക്കണം, പാപങ്ങളേറ്റ് പറയണം, സഭയോട് ചേർന്ന് നിൽക്കണം. പ്രിയമുള്ളവർ, ആ ചെറുപ്പക്കാരനങ്ങ് പോയി. കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. അവൻ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് അച്ഛൻ, എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു, അച്ഛൻ അങ്ങോട്ട് ഇവർ പറഞ്ഞു, അച്ഛൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നോട് പറയുന്നല്ലായിരുന്നു കേട്ടോണം, എതിർവാ പറഞ്ഞേക്കരുതെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ ഈ പുള്ളിയെ വഴക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് പുള്ളി വന്നത്. ഞാനൊരക്ഷരം പോലും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു, അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്തേനെ, മറത്തില്ല. അച്ഛനൊന്നും പറയാഞ്ഞതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ പുള്ളി തിരിച്ചു പോകും. അപ്പോൾ ഞാനതിന് ശേഷം പിന്നെ ഓർത്ത്, അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലെല്ലാം ഇങ്ങനത്തെ കുറ്റബോധങ്ങളുണ്ട്. അവരുടെ എല്ലാം ചിന്ത, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നെ ദൈവം കാണുകയില്ല, ഞാൻ പാപിയാണ്, ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും അപ്പൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മളെ നോക്കിയിരിക്കുക. എന്നെങ്കിലും അപ്പൻ്റെ കണ്ണിലേക്ക് നോക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നൊരപ്പനുണ്ട്. ആ അപ്പൻ്റെ കണ്ണിൽ കണ്ണടക്കിയപ്പോൾ മകൻ പന്നിക്കൂടാണെന്ന് സ്വന്തം വസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. പ്രിയമുള്ള, ചീഞ്ഞളിഞ്ഞ വസ്ത്രം, കുളിച്ചിട്ട് പോലുമല്ല പോയത്. അവൻ അപ്പനെ നോക്കി നടന്നു. അപ്പം നാട്ടുകാരൊക്കെ നോക്കി, ഒരു വൃത്തികെട്ട ഒരുത്തനാണ്ട് ആ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ചീഞ്ഞളിഞ്ഞ കുപ്പായ, ഇവൻ എവിടെ നിന്ന് കയറി വന്നതാ, ഇവൻ ഏത് ചന്തയാ എന്നൊക്കെ ഓരോരുത്തർ പറയുക. ആ വലിയ വീട്ടിലെ വലിയ അപ്പൻ്റെ മകനാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവൻ്റെ രൂപവും ഭാവമെല്ലാം മാറിപ്പോയിരുന്നു. പക്ഷേ നോക്കി നിന്നിരുന്ന അപ്പന് മട്ടുപ്പാവിൽ വെച്ചേ മാറിപ്പോയില്ല. ആ മകനെ തിരിച്ചറിയാൻ പറ്റി. ആ അപ്പൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരുന്നു എന്ന് കണ്ട ഉടനെ ഓടി താഴോട്ടിറങ്ങി. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ ധ്യാനത്തിൽ വന്നപ്പോൾ ഞാൻ മേളിൽ നിന്ന് നോക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം നിങ്ങളെ ഗേറ്റിങ് വന്ന് സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ സന്തോഷമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ബാഗ് കൊടുക്കാൻ പോകുന്നു, ധ്യാനം കൂടാൻ പോകുന്നു തീരുമാനിച്ച അന്ന് മുതൽ അപ്പനൊരാഘോഷമാണ്. ഇവൻ വന്നു കഴിയുമ്പോൾ ഇവൻ എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് കൊടുക്കും. എൻ്റെ ജീവൻ തന്നെ ഇവന് കൊടുക്കണം, എൻ്റെ ആത്മാവിനെ തന്നെ ഞാൻ കൊടുക്കണം, എൻ്റെ ശരീര രക്തങ്ങൾ ഇവന് കൊടുക്കണം. അങ്ങനെ ഇവനെ ഞാനുമായിട്ട് ഒന്നായിട്ട് തീരുന്നൊരു ആ സന്തോഷ ദിവസം കാണാൻ വേണ്ടി അപ്പൻ ആഹ്ലാദിച്ചിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്ക് മേളിൽ. ആ അപ്പനെ ഇന്ന് നിങ്ങൾ കാണണം. ആ അപ്പൻ ഓടിയിറങ്ങി വന്നിട്ട് എന്നാ ചെയ്തത്? പ്രിയമുള്ളവരെ, ഈ ചീഞ്ഞളിഞ്ഞ വസ്ത്രം ധരിച്ച് എല്ലാം നഷ്ടപ്പെട്ട മകനെ കെട്ടി അങ്ങ് പിടിച്ച്. നമ്മുടെ അപ്പനാണേലോ വരുമ്പോഴേ ചോദിക്കും, എന്ത് ചെയ്യടാ മറ്റേ ആധാരത്തിൻ്റെ കോപ്പി എടുക്കടാ, അതിങ്ങോട്ടോ ആദ്യം എടുക്ക, നിൻ്റെ ആ മറ്റേ ഞാൻ മേടിച്ച മറ്റേ കോട്ടൻ തീയേ അതിങ്ങോട്ട് എടുക്ക. നമ്മൾ ഈ കണക്കായിരിക്കും, മൊത്തം കണക്കാണ് നമുക്ക്. പക്ഷേ ഈ അപ്പൻ്റെ പ്രത്യേകത, കണക്കറിയാൻ മേലാത്ത അപ്പൻ. മാത്തമാറ്റിക്സിൽ തോറ്റുപോയ അപ്പന, കണക്കറിയാൻ മേല. അദ്ദേഹത്തിന് കണക്കെല്ലാം മറന്നുപോയി. അപ്പനൊറ്റ ചിന്തയുള്ള എന്താണെന്നറിയാം? എൻ്റെ നഷ്ടപ്പെട്ട മകനെ എനിക്ക് തിരിച്ചു കിട്ടി. നിങ്ങളിൽ ദൈവം അർപ്പിച്ചിരിക്കുന്ന ഒറ്റ ചിന്ത ഇതേ ഉള്ളൂ: എനിക്ക് നഷ്ടപ്പെട്ട, ഞാൻ സൃഷ്ടിച്ച് ഞാൻ ജീവൻ കൊടുത്ത എൻ്റെ മകൻ എനിക്ക് വേണം. ഇതപ്പൻ്റെ ഒരു സ്വാർത്ഥതയാണ്, ദൈവപിതാവിൻ്റെ ഒരു സ്വാർത്ഥതയാണ്. ഞാൻ സൃഷ്ടിച്ച, ഞാൻ രൂപം കൊടുത്ത, ഞാൻ വളർത്തിയ, ഞാൻ ജീവശ്വാസം കൊടുത്ത് ചലിപ്പിക്കുന്ന എൻ്റെ മകനെ എനിക്ക് വേണം. ഒരപ്പൻ്റെ മിനിമം അല്ലേ, ഏറ്റവും മിനിമം ആഗ്രഹമാണ് എൻ്റെ മകൻ എൻ്റേത്.
അതൊരു മിനിമം ആഗ്രഹമല്ലേ? അത്രയും മാത്രമേ ദൈവം നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, വേറൊന്നുമില്ല. അപ്പൻ്റെ ഒരു മകനായി നിങ്ങൾ മാറണം. അതിന് ദൈവം നമ്മളെ വിളിക്കുക, മകനെ നിനക്ക് ക്യാൻസറാണോ? നിനക്ക് എന്ത് പ്രതിസന്ധിയാ? ഞാൻ പരിഹരിക്കും. എനിക്കുള്ളത് മുഴുവനും, എൻ്റെ കഴിവും എൻ്റെ ശക്തിയും എനിക്കുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിക്കും. പക്ഷേ നിന്നെ എനിക്ക് വേണം. നിനക്കുള്ളതൊന്നും എനിക്ക് വേണ്ട, ഞാനതൊന്നും ചോദിക്കുന്നില്ല, പോട്ടല്ല. എന്തെല്ലാം പരുക്ക് നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് വേണം. ഇതാ ദൈവപിതാവ് നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ഇതാ നമ്മുടെ ജീവിതത്തിലേറ്റ പരുക്കുകൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിലേറ്റ പാപങ്ങൾ, വീഴ്ചകൾ, മുറിവുകൾ ഒന്നും നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കണം. നമ്മളെല്ലാ ദിവസവും രാവിലെ പാപത്തിലേക്ക് നോക്കിയിരിക്കുക, നമ്മുടെ വീഴ്ചയിലേക്ക് നോക്കിയിരിക്കുക, നമ്മുടെ ബലഹീനതയിലേക്ക് നോക്കിയിരിക്കുക. വേണ്ട, നമ്മളിതെല്ലാം വിട്ടിട്ട് എല്ലാ അവസ്ഥകളോടും കൂടി സ്വീകരിക്കുന്ന ദൈവപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മെ മാത്രം സ്നേഹിച്ച് നമുക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരപ്പൻ്റെ ആർദ്രമായ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി നമ്മളിലേക്ക് ഒഴുകും. ഇതാണ് ഈ ധ്യാനത്തിൽ നടക്കേണ്ടത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിതാവേ, അങ്ങയുടെ മകനിതാ, അങ്ങയുടെ മകളിതാ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. നെഞ്ചിനകത്ത് നിറച്ച് കുറ്റബോധ, നെഞ്ചിനകത്ത് നിറച്ച് നിരാശയാണ്, മനസ്സിൽ മുഴുവൻ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ, ആരോടൊക്കെയുള്ള പരിഭവങ്ങൾ, ആരോടൊക്കെയുള്ള വെറുപ്പ്, ദേഷ്യം. ജീവിതത്തിൽ എന്നോട് തന്നെ എനിക്കൊരു വെറുപ്പായി. ജീവിതത്തിലേറ്റ 100,000 പരിക്കുകൾ ഞെരുക്കുക. പന്നിക്കുഴിയിലെ ജീവിതം നമ്മളെ കണ്ടവാനും ഞെരുക്കുന്നുണ്ട്. ഈ ലോകം നമ്മളെ കണ്ടവാനും ഞെരുക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നേറ്റിട്ടുള്ള അപവാദങ്ങൾ, മറ്റുള്ളവരിൽ നേറ്റിട്ടുള്ള മുറിവുകൾ, മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിച്ചതിൻ്റെ വേദനകൾ, സങ്കടങ്ങൾ, ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്ന ദുഃഖം, തെറ്റിപ്പോയല്ലോ എന്ന കുറ്റബോധം, എന്തുതന്നെയായിരുന്നാലും ഇതാ അതെല്ലാം കാൽവറിയിലൂടെ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള സമയമാണ്. ദുശീലങ്ങളോ ദുഷ്ടഴക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. പാപത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങളിനി ഭാരപ്പെടേണ്ട. കാരണം പൂർണ്ണമായി കഴുകി പുതിയ വസ്ത്രം ധരിപ്പിക്കാൻ കഴിവുള്ള, നമുക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ കഴിവുള്ള, നഷ്ടപ്പെട്ട മോതിരത്തിന് പകരം പുതിയ മോതിരം നൽകാൻ കഴിവുള്ള, ഇനി ഒരിക്കലും കാലുകൾ മുള്ളുകൊള്ളാതിരിക്കാൻ തക്കവണ്ണം ചെരുപ്പിടിയിക്കാൻ കഴിവുള്ള ഒരപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിനക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നിനക്ക് വാഗ്ദാനം ചെയ്ത് നിന്നെ ഇവിടെ ദൈവം അയക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതിന് 100 ഇരട്ടി നിനക്ക് നൽകി നിന്നെ അഭിഷേകം ചെയ്യാൻ കഴിവുള്ള ഒരപ്പൻ്റെ മുമ്പിലാണ് നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ച് വളർത്തിയ, നിന്നെ വലിയവനാക്കിയ അപ്പൻ്റെ മുമ്പിലാണ് നീ എത്തിപ്പെട്ടിരിക്കുന്നത്. ആദോർത്ത പുത്രൻ അവൻ വിളിച്ചു പറഞ്ഞു, അപ്പാ, സ്വർഗത്തിനെതിരായും എന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്യും. കൂലിക്കാരനായിട്ട് സ്വീകരിച്ചാൽ മതി, മകനായിട്ട് വേണ്ട. അത്രമാത്രം ഉണ്ടായിരുന്നു അവന്റെ കുറ്റബോധം. അപ്പനൊത്തിരി വേദനിച്ച്, അപ്പനൊത്തിരി സങ്കടപ്പെട്ട്. ഈ അപ്പനെ ഈ മകൻ മനസ്സിലാക്കിയില്ലല്ലോ. അപ്പന്റെ നെഞ്ചിലെ വേദനകൾ. എൻ്റെ ഒരു മകനെ കുറിച്ച് കർത്താവ് പറയുന്നു, 99 ആടുകളുള്ളൊരു മനുഷ്യന് 99 മലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒരു മകന് വേണ്ടി, ഒരു ആടിന് വേണ്ടി വീണ്ടും മലയിറങ്ങാൻ എനിക്ക് മടിയില്ല മകനെ. നിന്നെ തേടി ഞാൻ വീണ്ടും മലയിറങ്ങും. നിന്നെ തേടി നീ ആയിരിക്കുന്നിടത്ത്, നീ വീണ് കിടക്കുന്നിടത്ത്, നീ തകർന്നു കിടക്കുന്നിടത്ത് ഞാൻ വരും. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ആടിനെ തോളിലേറ്റിക്കൊണ്ട് പോകുന്ന ഒരപ്പന്റെ ചിത്രം, ഇടയന്റെ ചിത്രം യേശു നമ്മളെ വരച്ച് കാണിക്കുന്നു.
ഓർക്കുക, ആ തോളിലിരുന്നവൻ നീയാണ്. ആ തോളിലിരുന്ന വ്യക്തി നീയാണ്. ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. നിന്റെ കാലിൽ മുള്ളുകൊള്ളാതെ, നിനക്കിനി പരിക്കേക്കാതെ, ആരും നിന്നെ പരിക്കേൽപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം നിന്നെ തോളിലേറ്റിക്കൊണ്ടു പോകുന്ന ഒരു ദൈവപിതാവിൻ്റെ മുമ്പിൽ നീ എത്തിപ്പെട്ടിരിക്കുകയാണ്. മകനെ, മകളെ, നീ ഒന്ന് വിട്ടുകൊടുക്കുക.